ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെക്കൈന ചാനലിലെ ശുശ്രൂഷകളിൽ ഈ അടുത്തു വരുന്ന 21 ദിവസങ്ങൾ നമ്മൾ സഭയുടെ നവീകരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സഭ നിരന്തരം നവീകരിക്കപ്പെടേണ്ടവളാണ്. സഭ ഒരേ സമയം കർത്താവിൻ്റെ ശരീരമാണ്, അത് ദൈവികമായ ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ മാനുഷികമായ ഘടനയും ഈ സഭയ്ക്കുണ്ട്. മാനുഷികതയും ദൈവികതയും കൂടെ സമ്മേളിച്ചിരിക്കുന്ന ഒന്നാണ് സഭ. ഈശോ മിശിഹ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരിക്കുന്നത് പോലെ തന്നെ സഭയിലും നമുക്ക് ഈ ദൈവികവും മാനുഷികവുമായ ഘടകങ്ങൾ കാണാൻ സാധിക്കും. ചിലപ്പോഴെങ്കിലും സഭയിലെ മാനുഷികതയുടെ ജീർണത കണ്ട് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സഭയിൽ? അത് സഭയുടെ മാനുഷികതയുടെ ജീർണതയാണ്. വിശ്വാസമില്ലാത്തവര് സഭയെ ഒരു മാനുഷിക ഘടന മാത്രമായിട്ടാണ് കാണുക. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ മനുഷ്യരെല്ലാവരും കൂടെ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇവർക്ക് മര്യാദയ്ക്കൊക്കെ നടന്നുകൂടെ എന്നിങ്ങനെ ചോദിക്കും. എന്നാൽ സഭയിൽ വിശ്വാസം ഇല്ലാത്തവന് കാണാൻ സാധിക്കാത്ത ഒരു തലമുണ്ട്. അത് വിശ്വാസിക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. സഭയിൽ മാനുഷികമായ അപര്യാപ്തതകളും ജീർണതകളും കുറവുകളും ഒക്കെ ഉള്ളപ്പോഴും നമ്മുടെ കർത്താവ് തൻ്റെ സഭയെ ഒരിക്കലും കൈവിടുന്നില്ല. നിരന്തരമായിട്ട് അവളെ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവളെ ഓരോ അനുഭവങ്ങളിലൂടെയും കൂടുതൽ കൂടുതൽ സത്യത്തിൻ്റെ നിറവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ അനുഭവങ്ങളിലൂടെയും വിശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ഓരോ സംഭവത്തിലും നഷ്ടധൈര്യനാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് തെറ്റിപ്പറ്റി പോകുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒത്തിരി നിരാശപ്പെടും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക? സഭയിൽ അഭിഷിക്തരുടെ ഇടയിൽ നിന്നൊക്കെ വലിയ ഉതപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ സങ്കടപ്പെടാറുണ്ട്. സാധാരണ മനുഷ്യൻ്റെ വിശ്വാസത്തെ തന്നെ ചിലപ്പോൾ ദുർബലപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്കറിയാം, സഭ മിശിഹായുടെ ശരീരമാണ്. മിശിഹായുടെ ശരീരത്തിൽ അന്ന് മുറിപ്പാടുകളേറ്റെങ്കിൽ ഇന്നും മുറിപ്പാടുകൾ ഏറ്റുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരൊക്കെ പീഡാനുഭവത്തിൻ്റെ നേരത്ത് അവനെ വിട്ട് ഓടിപ്പോയി എന്നാണല്ലോ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാരാരും അവൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഏറ്റവും പ്രിയങ്കരനായിരുന്ന പത്രോസ് പോലും 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന യൂദാസാണ് ഒറ്റിക്കൊടുത്തത്. അങ്ങനെ ഒത്തിരി വേദനിച്ച് അവിടുന്ന് കുരിശിൽ മരിച്ചു. അതുപോലെ തന്നെ ഏറ്റവും അടുത്തായിരിക്കാൻ വിളിക്കപ്പെട്ടവരിൽ നിന്നൊക്കെ തന്നെ ആവാം ഇപ്പോഴും അവിടുന്ന് മുറിപ്പാടുകൾ സഹിക്കുന്നത്. അതെല്ലാ കാലത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും സഭയിൽ. പക്ഷേ ഓരോ അനുഭവങ്ങളിലൂടെയും സഭ കൂടുതൽ നവീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഭയെന്ന് പറയുന്നത് മിശിഹായുടെ ശരീരമാണെന്ന വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സഭ കേവലം ഒരു മാനുഷിക സംവിധാനമല്ല. മെത്രാന്മാർ വരും പോകും, വൈദികർ വരും പോകും, വിശ്വാസികൾ വരും പോകും. പക്ഷെ സഭ നിലനിൽക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സഭ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് എവിടെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടായാലും മറ്റൊരു വശത്ത് കൃപയുടെ സമൃദ്ധി ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, ചിലയിടങ്ങളിലൊക്കെ ചിലപ്പോൾ ചില ജീർണതകൾ ഉണ്ടാവും. സഭയിൽ നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷേ മറ്റൊരു വശത്ത് വലിയ നന്മ, അളവില്ലാത്ത നന്മയും ഈ സഭയിലൂടെ സാധ്യതമാവുകയാണ്. എന്തോ ഒരു വലിയ കൃപയാണത്. ദൈവം അത് അനുവദിക്കുകയാണ്. ദൈവം ഒരിക്കലും ഈ സഭയെ കൈവിടുന്നില്ല. വിശ്വാസത്തോടു കൂടി നമ്മൾ കർത്താവിനോടുകൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ നിരാശപ്പെടാതെ തമ്പുരാനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവിടുന്ന് നമ്മളിലൂടെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് നമുക്ക് തരുന്ന വലിയ വാഗ്ദാനമുണ്ടല്ലോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകം ഇതിനെ കീഴടക്കുകയില്ല. യൂറോപ്പിൽ സഭ തളരുന്നു എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും സഭ വളരുകയാണ്. ചിലയിടങ്ങളിൽ വൈദികരുടെ വൊക്കേഷൻ കുറഞ്ഞു, ദൈവവിളി കുറഞ്ഞു, മറ്റിടങ്ങളിൽ കൂടുകയാണ്. സഭ ഒരിക്കലും തളരുന്നില്ല. കർത്താവിൻ്റെ സഭയായിരിക്കുന്നിടത്തോളം, കർത്താവ് തൻ്റെ കൂദാശകൾ ഇതിലൂടെ സമൃദ്ധമായി വർഷിക്കുന്നിടത്തോളം സഭ നിലനിൽക്കുകയാണ് ലോകത്തിൻ്റെ മുഴുവൻ വിശുദ്ധീകരണത്തിന് വേണ്ടി. അതുകൊണ്ട് നമ്മൾ നഷ്ടധൈര്യനാകാതെ ക്ഷമാപൂർവം കാത്തിരിക്കുകയും തീഷ്ണതയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം.
നമ്മുടെ സഭയിൽ സംഭവിക്കുന്ന കുറവുകളിൽ നമ്മളിങ്ങനെ ശിരസ് ആഴ്ത്തിയിരിക്കാതെ നമ്മൾ നന്മയുടെയും കൃപയുടെയും സമൃദ്ധിയെ നോക്കി മുന്നോട്ട് പോകണം. ഒത്തിരി നന്മകൾ ഈ സഭയിലൂടെ നടക്കുന്നു, ഈ സഭയിൽ നടക്കുന്നു. ഒത്തിരി വിശുദ്ധരായ മനുഷ്യർ ഇപ്പോഴും ജീവിക്കുന്നു. ഒത്തിരി വിശുദ്ധരായ അഭിഷിക്തർ ഇപ്പോഴും ജീവിക്കുന്നു. ജീവിതം മുഴുവൻ പരിത്യാഗമായിട്ട് സമർപ്പിക്കുന്ന അനേകർ ഇപ്പോഴും ജീവിക്കുന്നു. അത് തന്നെയാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾ ഒരു ഭാഗത്ത് വിശുദ്ധ കുർബാനയൊക്കെ അപമാനിക്കപ്പെടുമ്പോഴും മറുവശത്ത് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി എത്രമാത്രം കൂടുന്നു. വിശുദ്ധ കുർബാന ഇല്ലാതെ ജീവിക്കാനാവില്ല എന്ന് പ്രഘോഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയാണ്. പ്രത്യേകിച്ച് പ്രവാസി രൂപതകളിലൊക്കെ ധ്യാനിപ്പിക്കാനായിട്ടൊക്കെ പോകുമ്പോൾ മനസ്സ് നിറയുന്ന ഒരു കാഴ്ച. അവിടെയൊക്കെ നല്ല ജോലിയുള്ള മനുഷ്യർ, സാമ്പത്തികമായിട്ട് സുസ്ഥിരതയുള്ള മനുഷ്യർ, പക്ഷെ അവരൊക്കെ ഞായറാഴ്ചകളിൽ നമ്മുടെ കുർബാന അർപ്പിക്കാനായിട്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ദൈവമേ, ഈ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുടെ നടുക്കായിട്ട് പോലും അവര് നിന്നെ തേടി വരുന്നുണ്ടല്ലോ, നിനക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു വലിയ അത്ഭുതമാണത്. നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇത് ദൈവികമായ ഒരു സംവിധാനമാണ്. കർത്താവ് ഒരിക്കലും ഈ സഭയെ കൈവിടുന്നില്ല, നമ്മളത് വിശ്വസിക്കണം. കർത്താവിന് ഈ സഭയെ ഏറെ സ്നേഹമാണ്, സഭയെ ഇഷ്ടമാണ്. സഭയിലൂടെ, അനേകരിലൂടെ, സഭയിലെ വ്യക്തികളിലൂടെ അവിടുന്ന് ഇപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വലിയ വിശ്വാസം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭയെ മിശിഹായുടെ ശരീരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ സഭയുടെ ഘടനയും, മാർപ്പാപ്പായും മെത്രാന്മാരും പുരോഹിതന്മാര്, അൽമായ സഹോദരങ്ങള്, വിശ്വാസികള്, ഈ ഘടനയും ദൈവികമാണെന്നും ദൈവദത്തമാണെന്നും വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ഒരു മെത്രാനും തൻ്റെ യോഗ്യത കൊണ്ട് മെത്രാൻ പദവി ലഭിക്കുന്നില്ല. ആരും എന്തെങ്കിലും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പദവി ലഭിക്കുന്നവരല്ല, മറിച്ച് എല്ലാം ദാനമായിട്ട് നൽകുകയാണ്. അത്ഭുതമാണ് പലർക്കും. എന്തുകൊണ്ടാണ് ദൈവമേ ഞാൻ? മറുപടി, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, നിന്നെ യോഗ്യനായിട്ട് ദൈവം അങ്ങ് പരിഗണിക്കുക, അത്രയേ ഉള്ളൂ. ദൈവം നിന്നെ കൂടുതൽ വിശ്വസിച്ച് നിന്നെ ഒരു പദവിയിലേക്ക് വരുത്തുക. അവിടെ നീ എന്ന വ്യക്തിയല്ല പ്രധാനം, നീ ഏത് ശുശ്രൂഷയിലേക്ക് നിയോഗിക്കപ്പെടുന്നോ ആ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തരുന്ന കൃപകളാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഒരു മെത്രാൻ എന്ന വ്യക്തി, ഒരു വ്യക്തി എന്നുള്ളതിനേക്കാളും ആ മെത്രാൻ സ്ഥാനത്തിലൂടെ കർത്താവ് കൊടുക്കുന്ന കൃപകൾ. നമുക്കറിയാം, ഒരു വൈദികൻ പട്ടം സ്വീകരിക്കുന്നത് മെത്രാന്റെ കൈവപ്പ് വഴിയാണ്. ഒരു ദേവാലയത്തിൽ ബലിപീഠം കൂദാശ ചെയ്യപ്പെടുന്നത് മെത്രാൻ നടത്തുന്ന തൈലാഭിഷേകത്തിലൂടെയാണ്. അവിടെ ദൈവികമായ സാന്നിധ്യം കടന്നു വരികയാണ്. ഈ വ്യക്തിയിലൂടെ, ഈ വ്യക്തിയെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് തൻ്റെ കൃപകൾ വർഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വൈദികനും ഒരു മെത്രാനും അയാളിൽ തന്നെ അതൊരു വലിയ സ്ഥാനമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അയാൾക്ക് ദൈവം ദാനമായിട്ട് കൊടുത്തതാണ് ഇതെല്ലാം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആ ദൗത്യ നിർവഹണത്തിൽ കവിഞ്ഞ ഒരു അവകാശവാദവും എനിക്കില്ല. പരിശുദ്ധ മാർപ്പാപ്പ മിശിഹായുടെ വികാരിയാണ്, മിശിഹായുടെ പ്രതിനിധിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഞാൻ അനുസരിക്കുകയാണ്. അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരു മെത്രാന്റെ ശുശ്രൂഷയ്ക്ക് വിലയുണ്ടാകുന്നത്. സഭയുടെ തലവനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മെത്രാന്റെ ശുശ്രൂഷ അത് ഫലവത്താകുന്നത്. അതുപോലെ തന്നെ മെത്രാന് നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യത്തിൽ പങ്കുപറ്റുമ്പോഴാണ് ആ പൗരോഹിത്യം മെത്രാന്റെ കൈവപ്പൊഴി സ്വീകരിക്കുന്ന പുരോഹിതർക്കും അത് ഫലപ്രദമാകുന്നത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഒരു പുരോഹിതനും അയാളിൽ തന്നെ ഒരു പ്രത്യേക സിദ്ധി ലഭിച്ചിരിക്കുകയല്ല. അയാൾ മെത്രാനുമായും പരിശുദ്ധ മാർപ്പാപ്പായുമായും കൂട്ടായ്മയിലായിരിക്കുന്നിടത്തോളം മാത്രമാണ് അയാളുടെ ശുശ്രൂഷകൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അത് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു പുരോഹിതനും അയാളിൽ തന്നെ പൂർണ്ണതയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്കൊക്കെ കടന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെല്ലാം അതുപോലെ തന്നെ വിശ്വാസികൾ, ആ വിശ്വാസികൾക്ക് കൂദാശകൾ പുരോഹിതനിലൂടെ നൽകപ്പെടുകയാണ്. അത് സ്വീകരിക്കുമ്പോഴാണ് അവർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. കൂദാശകളിലൂടെ മാത്രമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക. നമ്മുടെ വിശ്വാസം അനുസരിച്ച് കൂദാശകളിലൂടെയാണ് രക്ഷിക്കപ്പെടുക. അതുകൊണ്ട് കൂദാശ സ്വീകരിക്കുക,
കൂദാശകൾ പരികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗരോഹിത്യം. ആ പൗരോഹിത്യം എന്ന് പറയുന്നത് മെത്രാനുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് നൽകപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവികമായ ഒരു ഘടനയാണ്. ഇവിടെ വ്യക്തികൾ വരികയും പോവുകയും ചെയ്യും. പക്ഷെ ഈ ഘടന കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഈ ഘടനയിലൂടെ സഭയുടെ ശുശ്രൂഷകളെല്ലാം നിലനിൽക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അതുകൊണ്ട് അതിനോടെല്ലാം ചേർന്ന് നിന്ന് നമ്മൾ അവിടെയൊക്കെ ജീർണതകൾ ഉണ്ടാകുമ്പോൾ ആ ജീർണതകൾക്ക് പരിഹാരം ചെയ്തും പരിഹരിക്കാൻ പ്രാർത്ഥിച്ചും ദൈവം ജീവിക്കുന്നു എന്ന് വിശ്വസിച്ച്, കർത്താവ് ജീവിക്കുന്നവനാണെങ്കിൽ അവിടുന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന വലിയ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. എനിക്ക് തോന്നാറുണ്ട്, ഓരോ പ്രതിസന്ധിയും എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ പ്രതിസന്ധി കൂടിയാണ്. ചിലപ്പോഴൊക്കെ ഈ സാത്താൻ ഓരോ പ്രതിസന്ധിയിലും എന്നെ പ്രലോഭിപ്പിക്കുകയാണ്. നീ എന്നാ വിശ്വസിക്കുന്നത്? നീ വിശ്വസിക്കുന്ന ദൈവം ശക്തനല്ല കേട്ടോ, അതുകൊണ്ട് ആ ദൈവത്തെ ഉപേക്ഷിക്ക്. നമ്മൾ ജോബിന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ജോബിന് അനർത്ഥങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ പലരും വന്ന് ജോബിനോട് പറയുന്നുണ്ട്, ജോബേ, നീ എന്തിനാണ് ഇപ്പോഴും ആ ദൈവത്തിൽ വിശ്വസിച്ചിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾ കണ്ടില്ലേ, നീ ദൈവത്തെ ഉപേക്ഷിക്ക്. പക്ഷെ ജോബ് തയ്യാറായില്ല ദൈവത്തെ ഉപേക്ഷിക്കാൻ. അവസാനം അവന്റെ ജീവിതത്തിൽ നന്മയുണ്ടാവുകയാണ്. പൂർവ്വപിതാവായ ജോസഫിന്റെ ചരിത്രം നമുക്കറിയാം. സ്വന്തം സഹോദരങ്ങള് ഈ ജോസഫിനെ എത്രമാത്രം വേദനിപ്പിച്ചു, തിരസ്കരിച്ചു, കൊല്ലാൻ തീരുമാനിച്ചു, പൊട്ടക്കിണറ്റി തള്ളി, അടിമയായിട്ട് വിറ്റു. കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുതപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ തിരിച്ചു ചോദിക്കും, കർത്താവിന്റെ കരം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടപ്പോൾ കർത്താവ് എവിടെയായിരുന്നു? വിശ്വാസത്തിന്റെ പ്രതിസന്ധിയാണ്. പക്ഷേ ജോസഫ് വിശ്വസിച്ചു. ജോസഫ് ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. എത്രയോ വർഷങ്ങൾ അയാൾ കാത്തിരുന്നു. ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ഈ കാരാഗ്രഹത്തിലും തെറ്റിദ്ധാരണകളിലും വേദനകളിലും തിരസ്കാരങ്ങളിലുമായിട്ട് ജോസഫ് കഴിച്ചുകൂട്ടിയാണ്. പക്ഷെ അവസാനം ഫറവോയിലൂടെ, വിജാതീയനായ ഫറവോയിലൂടെ ദൈവം പ്രവർത്തിച്ചു. ഈജിപ്തിന്റെ അധിപനാക്കി മാറ്റി പുതിയൊരു ചരിത്രം ഇസ്രായേലിന് കൊടുക്കുകയാണ്. ദുരന്തങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ വിശ്വാസത്തിൽ ദുർബലപ്പെടുന്നത് ചിലപ്പോൾ സാത്താന്റെ ഒരു പ്രലോഭനമായിരിക്കാം. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ്, ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീ എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം നീ നിറവേറ്റുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വേദനകളുടെയും ഈ പ്രതിസന്ധികളുടെയും നടുവിലും നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വലിയൊരു വിശ്വാസത്തിന്റെ പ്രകടനമായിട്ട് പ്രിയപ്പെട്ടവരെ, ഓരോ പ്രതിസന്ധിയും ഓരോ ഉദപ്പും മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുരിശിന്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കുരിശെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും ഈ കുരിശും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, കുരിശും അലങ്കരിച്ച് നടക്കുന്നുണ്ട്, സ്വർണ്ണക്കുരിശും വെള്ളിക്കുരിശും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കുരിശ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമാണെന്ന് പറയുമ്പോൾ സഹനങ്ങളില്ലാതെ ഒരു മഹത്വമില്ല എന്നുള്ള ഒരു സത്യം, അതാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സഹനങ്ങളില്ലാതെ മഹത്വമില്ല. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സഹനങ്ങളെല്ലാം മഹത്വത്തിലേക്ക് നയിക്കും, സഹനങ്ങളെല്ലാം പുഷ്പിക്കും, സഹനങ്ങളെല്ലാം മഹത്വത്തിലേക്ക് നയിക്കും. മഹത്വം മാത്രമേ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് നീ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ, ഓരോ സഹനവും വരുമ്പോൾ നീ തളർന്നു പോവുകയാണെങ്കിൽ, നീ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണോ എന്ന് നീ ചിന്തിക്കണം. നീ ആഗ്രഹിക്കുന്ന നേരത്ത് നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാത്തപ്പോൾ നീ ദൈവത്തിൽ അവിശ്വസിക്കുകയാണെങ്കിൽ സുവിശേഷം അതാണോ എന്ന് നീ സാരമായിട്ട് സംശയിക്കണം. സുവിശേഷം അതല്ല. സുവിശേഷം സഹനങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും നിന്നെ തേടി വരുന്ന കർത്താവിനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. സുവിശേഷം പീഡനങ്ങളും സഹനങ്ങളും എല്ലാം അകറ്റുന്ന കർത്താവിനെ അല്ല, മറിച്ച് പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും നഷ്ടങ്ങളിലൂടെയും തിരസ്കാരങ്ങളിലൂടെയും നമ്മളെ തേടി വരുന്ന ഒരു ദൈവം, നമ്മളെ അനുധാവനം ചെയ്യുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് സുവിശേഷം നമുക്കായിട്ട് കാട്ടിത്തരിക. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകേണ്ടവരല്ല. പ്രതിസന്ധികളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കേണ്ടവരല്ല. നമ്മൾ വർദ്ധിതമായ ഊർജത്തോടെ പ്രാർത്ഥിക്കേണ്ടവരാണ്, കാത്തിരിക്കേണ്ടവരാണ്. വലിയ വിശ്വാസ പ്രതിസന്ധിയാണെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവമേ, നീ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ ജീവിക്കുന്നവനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് തന്നെ നിന്റെ പദ്ധതി അനുസരിച്ച് എല്ലാം നീ നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഏറ്റുപറയാൻ സാധിക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ കൃപയുടെ അനുഭവമായിട്ട് മാറുകയാണ്. നമുക്ക് ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാനുഷികമായ കുറവുകളും ബലഹീനതകളും ഉദപ്പുകളും ഉണ്ടാകുമ്പോഴും എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയം വേണ്ടെന്നുള്ളൊരു വിശ്വാസം, എൻ്റെ ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം, എന്നെ ഉപകരണമാക്കി എൻ്റെ കർത്താവിന് ലോകത്തെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം, പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മുഖത്തെ മ്ലാനത ശ്രദ്ധിക്കുന്നുണ്ട്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ മടങ്ങിപ്പോയി. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ നിരാശയിലാണ്. കാരണം എന്താ? ആ നസ്രായിക്കാരൻ ഈശോ, അവൻ വന്നു. അവൻ 2-3 വർഷം എന്തായിരുന്നു അവൻ്റെ ഒരു പ്രകടനം? അവൻ ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ. 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക. അതുപോലെ എത്രയോ പേർക്ക് അവൻ ഭക്ഷണം കൊടുത്തു. എത്രയോ പേരെ അവൻ സുഖപ്പെടുത്തി. എത്രയോ പിശാചുകളെ പുറത്താക്കി. ദൈവികമായ എല്ലാ അടയാളങ്ങളും അവൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. മനുഷ്യൻ ഭയപ്പെട്ടിരുന്നതിനെ എല്ലാം അവൻ കീഴടക്കി. അവൻ നമുക്ക് വലിയ ഒരു സാക്ഷ്യം തന്നു. ദൈവികമായ സാന്നിധ്യം. ഞങ്ങളെല്ലാം അവനിൽ വിശ്വസിച്ചു. ഞങ്ങളെല്ലാം അവൻ്റെ ശിഷ്യരായി. പക്ഷേ അവനെ എല്ലാവരും കൂടി ഒരു സാധാരണ മനുഷ്യനെ പോലെ കുരിശിൽ തറച്ചു കൊന്നു. ഞങ്ങൾ ഓർത്ത് അവസാന നിമിഷമെങ്കിൽ അവൻ ഇറങ്ങി വരുമെന്ന്. അവൻ ഇറങ്ങി വന്ന് ഈ കുരിശിൽ തറച്ചവനെ എല്ലാം ഒരു സിനിമ സ്റ്റൈലിൽ 2 കൊടുത്ത് അവൻ ഇറങ്ങി വന്ന് വിജയ ശ്രീലാളിതനായിട്ട് വരുമെന്ന് ഓർത്ത് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. മഹത്വത്തിൽ കടന്നു വരുന്ന കർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ നിരാശപ്പെട്ടു പോയി. എന്താണ്? അവൻ മരിച്ചു. അവനെ അവരെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് അടക്കി. പിന്നെ കുറെ പെണ്ണുങ്ങൾ വന്ന് പറഞ്ഞു, എന്തുവാ അവൻ ഉദ്ധാനം ചെയ്തെന്നൊക്കെ. ഞങ്ങളുടെ കൂടെയുള്ള സഹോദരങ്ങളും പറഞ്ഞു ഉദ്ധാനം ചെയ്തു. പക്ഷേ വിശ്വസനീയമായിട്ട് തോന്നിയില്ല. കാരണം മനസ്സ് നിരാശപ്പെട്ടിരുന്നു. മനസ്സ് നിരാശപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നതിനെക്കുറിച്ചെല്ലാം തർക്കമാണ്. അവരെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈശോയും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അവർ സംഭാഷണം നടത്തുകയല്ല. ഈ ഡയലോഗും തർക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തർക്കം ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ശരി ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് തർക്കമെങ്കിൽ, സംഭാഷണം നിന്റെ ശരി കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സാണ്. ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയേക്കാം. അത് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിന്റെ ശരിയാണ് യഥാർത്ഥത്തിലുള്ള ശരി, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ എന്ന് പറയുന്നതാണ് ഡയലോഗ്, സംഭാഷണം. സംഭാഷണത്തിൽ 2 പേരുടെയും ശബ്ദങ്ങൾ കേൾക്കപ്പെടുന്നുണ്ട്. തർക്കങ്ങളിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂ. ഞങ്ങൾ പറയുന്നത് മാത്രം ശരി, ഞങ്ങൾ പറയുന്നത് മാത്രം ശരി. അങ്ങനെ 2 പേരും കൂടെ തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ അവരോട് തർക്കിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഈശോ അവരെ അനുധാവനം ചെയ്യുകയാണ്. ഈ തർക്കത്തിൽ അവരെ അനുധാവനം ചെയ്യുകയാണ്. എന്നാൽ അവനെ അവർ തിരിച്ചറിഞ്ഞില്ല. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോൾ തർക്കം എല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴും അവർക്കൊരു സംതൃപ്തിയാകുന്നില്ല. അവരുടെ മനസ്സുകൾ സങ്കടപൂരിതമാണ്. അവരുടെ മുഖങ്ങൾ മ്ലാനമാണ്. മ്ലാനവദനരായിരുന്ന അവരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നസറായനായ ഈശോയെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞങ്ങൾ അവൻ്റെ പിന്നാലെ പോയി ശിഷ്യത്വത്തിൻ്റെ പാതയിൽ അവനോടൊപ്പമായിരിക്കാൻ പോയവരാണെങ്കിലും ഞങ്ങൾ അവൻ്റെ ശക്തിയുടെ പ്രകടനമൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്, ഞങ്ങൾ നിരാശപ്പെട്ടു പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ ഈശോ അവർക്ക് കുരിശിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു. അവർക്ക് കുരിശിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു കർത്താവ്. അവിടുന്ന് എന്താണ് പറയുന്നത്? പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, മിശിഹ ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? നിങ്ങൾ മഹത്വം മാത്രം പ്രതീക്ഷിച്ച് കാത്തിരുന്നു. എന്നാൽ
അവൻ സഹിച്ചാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ലേ തിരുവചനങ്ങളിൽ എഴുതപ്പെട്ടിരുന്നത്? കുരിശിന്റെ യഥാർത്ഥമായ അർത്ഥം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്. ആ ജ്വലനത്തിന്റെ പാരമ്യത്തിലാണ് നീ ഞങ്ങളോടൊപ്പം താമസിക്കുക എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർക്ക് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തു. അത് പരിശുദ്ധ കുർബാനയായി അവിടുന്ന് അവരുടെ നാവിൽ അലിയുകയാണ്. പരിശുദ്ധ കുർബാനയായി കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ അവനെ തിരിച്ചറിഞ്ഞു. കുർബാനയായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് തിരിച്ചറിയപ്പെടുകയാണ് പരിശുദ്ധ കുർബാനയിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും മ്ലാനവദനരാണ്. നമ്മൾ പലപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ തർക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുകയില്ല. തർക്കത്തിന്റെ ഒരു പ്രശ്നം, തർക്കിച്ചിട്ട് ആരും ജയിക്കുന്നുമില്ല, തർക്കിച്ചിട്ട് ആരും സത്യത്തിലെത്തുന്നില്ല. സത്യത്തിന്റെ മുമ്പിൽ ഒരു വിധേയപ്പെടലുണ്ട്. സത്യം തിരിച്ചറിയുമ്പോൾ ഞാൻ എൻ്റെ വാദമുഖങ്ങളെല്ലാം മാറ്റി ഇതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് വിധേയപ്പെടലുണ്ട്. ഒരു എളിമപ്പെടലുണ്ട് സത്യത്തിന്റെ മുമ്പിൽ. സത്യത്തിന്റെ മുമ്പിലെ എളിമപ്പെടലാണ് ഈ സംഭാഷണങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ എളിമപ്പെടലില്ലാതെ ഞാൻ പറയുന്നതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ വീണ്ടും മ്ലാനവനായിട്ട് പോവുകയാണ്. നിന്റെ ഒരു പ്രശ്നവും തീരുന്നില്ല. നിനക്ക് പുതിയ പുതിയ വാദമുഖങ്ങളും പുതിയ തർക്കത്തിന്റെ പോയിന്റുകളും കിട്ടുന്നു എന്നല്ലാതെ നീ ഒരിക്കലും സത്യത്തിലേക്ക് കടന്നു വരുന്നില്ല. വെളിപാടിന്റെ മുമ്പിൽ, വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ മുമ്പിൽ തർക്കിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് കരണീയം. അവർക്കത് സ്വീകരിക്കാൻ സാധിച്ചു. അവർക്ക് ഈശോ മിശിഹായെ സ്വീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സംഭവിക്കുന്ന വ്യത്യാസം എന്താണ്? അവരുടെ മ്ലാനത മാറി. അവരുടെ തർക്കങ്ങളെല്ലാം അവസാനിച്ചു. അവർ പറഞ്ഞു, അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ എവിടെ നിന്നാണോ തിരിച്ചു വന്നത് ആ ജെറുസലമിലേക്ക് അവർ മടങ്ങിപ്പോവുകയാണ്. ജെറുസലമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. അവര് വിശ്വാസമേറ്റ് പറഞ്ഞു, കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. ആ വിശ്വാസത്തിന് അവരും സാക്ഷികളാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾക്ക് ഓരോ പ്രതിസന്ധിയും കുരിശിന്റെ അർത്ഥം കൂടുതലായി മനസ്സിലാക്കാനുള്ള ഒരവസരമാണ്. നമ്മുടെ സഭയിൽ സംഭവിക്കുന്ന ഓരോ ഉതപ്പും നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്താനുള്ള ഒരു അവസരം കർത്താവ് തരികയാണ്. നീ എന്നെ ഉപേക്ഷിച്ചു പോകുന്നുവോ? കുരിശുമരണത്തിനായിട്ട് അവിടുന്ന് പിടിക്കപ്പെടുമ്പോൾ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ടുപോയി. അവർക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന കർത്താവിനെ മതിയായിരുന്നു. അവർക്ക് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന കർത്താവിനെ മതിയായിരുന്നു. അവർക്ക് പിശാചുകളെ ബഹിഷ്കരിക്കുന്ന കർത്താവിനെ മതിയായിരുന്നു. അവർക്ക് ജനക്കൂട്ടത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് പ്രബോധനം കൊടുക്കുന്ന കർത്താവിനെ മതിയായിരുന്നു. ബലഹീനനായി റോമൻ പടയാളികളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന കർത്താവിനെ അവർക്ക് വേണ്ടായിരുന്നു. അവൻ ദൈവമാണെന്ന് ഏറ്റുപറയാൻ അവർക്ക് മടിയായിരുന്നു. അതാണ് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്ന, കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നവൻ, സഭയെ തള്ളിപ്പറയുന്നവൻ, അവൻ ഒരിക്കലും ഈശോ മിശിഹ എന്ന രഹസ്യത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ ഓർക്കണം, സമാന്തര സുവിശേഷങ്ങളിലെ ഏറ്റവും ഉദാത്തമായ വിശ്വാസ പ്രഘോഷണമായിട്ട് പിതാക്കന്മാര് പറയുന്നത് എന്താണ്? അവൻ മരിക്കുന്നത് കണ്ട് വിജാതീയനായ ശതാധിപൻ, റോമാക്കാരനായിരുന്ന ശതാധിപൻ, അയാൾ വിളിച്ചു പറയുകയാണ്, അവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. അവൻ മരിക്കുന്നത് കണ്ട് ആരെങ്കിലും ദൈവമാണെന്ന് ഏറ്റു പറയുമോ? മരിക്കുന്നവൻ ദൈവമാണോ? ദൈവം നിത്യം ജീവിക്കുന്നവനല്ലേ? എന്തോരു വലിയ വൈരുദ്ധ്യമാണ്! സുവിശേഷത്തിന്റെ വൈരുദ്ധ്യം അതാണ്. സുവിശേഷത്തിന്റെ ഭോഷത്വം അതാണ്. ദൈവത്തിന്റെ വിജ്ഞാനം അതാണ്. അവൻ മരിക്കുന്നത് കണ്ട്, അവനൊരു സാധാരണ ബലഹീനനായ മനുഷ്യനെ പോലെ മരിക്കുന്നത് കണ്ട് വിജാതീയനായ ശതാധിപൻ വിളിച്ചു പറഞ്ഞു, അവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു. അതാണ് ജ്വലിക്കുന്ന വചനം. നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കുന്ന ഒരു അനുഭവം അതാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ കൃപ കിട്ടുന്നവന് ഈശോയെ തിരിച്ചറിയാൻ പറ്റുന്നത്
കുരിശിന്റെ നെറുകയിലാണ്, പരാജയങ്ങളുടെ മധ്യത്തിലാണ്, അപമാനങ്ങളുടെ പാരമ്യത്തിലാണ് അവൻ ദൈവത്തെ തിരിച്ചറിയുക. ഏറ്റവും വിശുദ്ധമായ പരിശുദ്ധ കുർബാനയിൽ തന്നെ നമുക്ക് ഉതപ്പുകൾ ഉണ്ടാകുമ്പോൾ, അർപ്പിക്കപ്പെടുന്നവർ, അത് സഭയോട് ചേർന്ന് അർപ്പിക്കുന്നവരൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ അനേകർക്ക് അതൊരു വലിയ വിശ്വാസ പ്രതിസന്ധിയായിട്ട് മാറാം. ദൈവമേ, നീ എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉയരാം അവിടെയൊക്കെ. പക്ഷേ അതൊക്കെ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള അവസരമാണ്. എൻ്റെ കർത്താവ് അപമാനിക്കപ്പെട്ടു, അവിടെ നിന്നും അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവിടെ കർത്താവിനെ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടുത്തെ വലിയ ശക്തി പ്രകടമാകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കാനായിട്ട് സാധിക്കണം. അവിടുന്ന് അനേകരുടെ വിശ്വാസത്തെ അപ്പോൾ ശക്തിപ്പെടുത്തുകയാണ്. ഓരോ കുരിശുമരണവും അനേകം പേരെ ശിഷ്യരാക്കുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഓരോ കുരിശുമരണവും അനേകരെ ശിഷ്യരാക്കുകയാണ്, കുരിശുമരണത്തിന്റെ ഓരോ അനുഭവവും. അതുകൊണ്ടാണ് സഭ എവിടെല്ലാം പരാജയപ്പെട്ടു എന്ന് തോന്നുന്നു, മാനുഷികമായ രീതിയിൽ പരാജയപ്പെട്ടോ അവിടെയൊക്കെ സഭ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. കാണ്ടമാലില് ക്രൈസ്തവ പീഡനം നടന്ന സ്ഥലത്ത് സഭ ശക്തമാണ്. വാഴ്ത്തപ്പെട്ട റാണി മരിയ അവരുടെ വലിയ രക്തസാക്ഷിത്വം നടന്ന സ്ഥലത്ത് സഭ ശക്തമാണ്. എവിടെല്ലാം അപമാനിക്കപ്പെട്ടോ അവിടെയെല്ലാം സഭ ശക്തമാവുകയാണ്. അത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ചരിത്രം നമുക്ക് തരുന്ന ഒരു വലിയ ഉൾക്കാഴ്ചയുമാണത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വലിയൊരു അവസരമാണ്. പ്രതിസന്ധികളെല്ലാം നമുക്ക് വലിയൊരു അവസരമാണ് വിശ്വാസത്തിൽ ആഴപ്പെടാൻ. ദൈവമേ, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു, നീ സർവശക്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ നിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നീ നന്മയ്ക്കായിട്ട് ക്രമീകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ പ്രതിസന്ധിയുടെ അപമാനത്തിൻ്റെയും വേദനയുടെയും ഘട്ടത്തിൽ നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ലോകത്തെ വിജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചവനായ കർത്താവേ, നീ ഏത് ലൗകികമായ തകർച്ചയുടെയും തളർച്ചയുടെയും ഇടയിലും ലോകത്തെ വിജയിക്കുന്നവനാണ് നീ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള ഒരു സമയമാണ് ഈ കാലഘട്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സന്തോഷത്തോടെയും വലിയ ഉത്സാഹത്തോടെയും വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറാനായിട്ട് സാധിക്കണം. നമുക്ക് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാനായിട്ട് പറ്റണം, ഈശോ ഏകരക്ഷകനാണ്. കാരണം അവനെ സ്വീകരിച്ചവരെല്ലാം പ്രകാശം കണ്ടു, അവരെല്ലാം വെളിച്ചത്തിലേക്ക് കടന്നു വന്നു. വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരുടെ വിശ്വാസക്കുറവാണ് വലിയ ഉതപ്പുകളിലേക്കും പ്രതിസന്ധികളിലേക്കും സഭയെ തള്ളിവിടുന്നത് എന്ന് നമുക്കറിയാം. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമുള്ളവൻ ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മളിപ്പോൾ ചിലപ്പോഴെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ കുർബാന അപമാനിക്കപ്പെടുമ്പോൾ ഓർക്കുക, പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമുള്ളവൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണത്. ആ വിശ്വാസമില്ലാത്തവര് അത് ചെയ്യുന്നു എന്നോർത്ത് അവരോട് കരുണ കാണിക്കുക എന്നല്ലാതെ നമുക്ക് മറ്റൊന്നും സാധിക്കുന്നില്ല. ദൈവം തന്നെ അവരെയെല്ലാം വിധിക്കട്ടെ. പക്ഷേ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ അപമാനങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും തളർച്ചകളിലൂടെയും അവിടുന്ന് തന്നെ ലോകത്തെ നേടിയെടുക്കുകയാണ് എന്നൊരു വലിയ വിശ്വാസം പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. നമ്മൾ ഈ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം കാണുമ്പോൾ നമുക്കൊരിക്കലും നിരാശരായിട്ട് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ മനസ്സുകൾ സങ്കടപ്പെട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കാരണം നമുക്കൊരു വലിയ ദൗത്യമുണ്ട്, ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുക. ആ ദൗത്യം അത് വലിയ ഉത്സാഹത്തോടു കൂടി നിറവേറ്റേണ്ടവരാണ് നമ്മൾ. ലോകത്തോട് മുഴുവൻ ഈശോ ഏകരക്ഷകനാണെന്ന് വിളിച്ചു പറയേണ്ടവരാണ് നമ്മൾ. സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ പരിശുദ്ധ പിതാക്കന്മാർ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. സത്യം സ്വീകരിക്കപ്പെടുന്നത് സത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. സത്യം ആരുടെയും മുമ്പിൽ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല, സത്യം സ്വീകരിക്കപ്പെട്ടോളും. കാരണം സത്യത്തിന് തന്നെ ഒരു വലിയ ശക്തിയുണ്ട്. സത്യം തിരിച്ചറിയപ്പെടും. അതുകൊണ്ടാണല്ലോ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം ജനം ഈശോയെ തേടി വന്നിട്ടുണ്ട്. പ്രസംഗിക്കാത്തിടത്ത് എങ്ങനെയാണ് ജനത്തിന് ഈശോയെ തേടാൻ സാധിക്കുക? പ്രഘോഷിക്കപ്പെട്ടിടങ്ങളിലെല്ലാം വ്യത്യാസമുണ്ടായി. അവിടെയെല്ലാം ജനം ദൈവത്തെ തേടി വന്നു. അതുകൊണ്ട് തന്നെ ശക്തനായ കർത്താവ്
ഇന്നും ജീവിക്കുന്നവനായ കർത്താവ്, അനേകർക്ക് പ്രത്യാശ കൊടുക്കുന്ന കർത്താവ്, അനേകരെ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന കർത്താവ്. ഈ ജൂബിലി വർഷത്തില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമുക്ക് തന്നിരിക്കുന്ന ധ്യാന വിഷയം അതല്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കുക. എന്നോട് ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, വിശ്വസിച്ചിട്ട് എന്നാ ഗുണം? നമ്മുടെ 12ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന പിള്ളേരൊക്കെ ചോദിക്കും, പഠിച്ചിട്ട് ഇപ്പം എന്നാ ഗുണം പിതാവേ? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് വലിയ ഗുണമുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, മക്കളെ, വിശ്വസിക്കുന്നത് കൊണ്ടുള്ള ഗുണം, വിശ്വസിച്ചത് കൊണ്ട് ജീവിക്കാനുള്ള വക എന്തെങ്കിലും കിട്ടുമെന്ന് പറയാൻ ഞാൻ ആളല്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും, കിട്ടിയാൽ മേടിച്ചു. ജീവിക്കാനുള്ള വക തരാൻ വിശ്വാസത്തിന് സാധിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ജീവിക്കാനൊരു കാരണം തരാൻ വിശ്വാസത്തിന് സാധിക്കും. ജീവിക്കാനൊരു കാരണം, അതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ നന്മ. അവനൊരിക്കലും നിരാശപ്പെടുക, അവന് പ്രത്യാശയുണ്ട്. ലോകത്തിലെ ഈ ലോകത്തിൻ്റെതായ വാതിലുകളെല്ലാം അടയുമ്പോൾ അവൻ്റെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുകയാണ്. അവൻ്റെ മുമ്പിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗമാണ് ഒരു ക്രൈസ്തവന്റെ വലിയ ലക്ഷ്യം. ആ ലക്ഷ്യം നൽകുന്നത് വിശ്വാസമാണ്. അത് സ്വർഗം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു യാഥാർത്ഥ്യം കാണിച്ച് നമ്മളെ കബളിപ്പിക്കുന്ന പരിപാടിയല്ല. മറിച്ച് ഉദ്ധിതനായ ഈശോ തന്ന ഒരു വാഗ്ദാനം കൂടിയുണ്ട്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ആ സ്വർഗീയമായ അനുഭവം വിശ്വസിക്കുന്നവന് ലോകത്ത് തന്നെ കിട്ടുകയാണ്, ഈ ഭൂമിയിൽ തന്നെ കിട്ടുകയാണ്. എന്നിട്ട് അവനെ പരിപൂർണതയായ സ്വർഗീയമായ അനുഭവം, ദൈവത്തെ, പിതാവായ ദൈവത്തെ മുഖാമുഖം കാണുന്ന ദൈവാരാധനയുടെ ഒരു അനുഭവം അത് നമുക്ക് തരികയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാനയും ആരാധനയും ഒക്കെ എന്താണ്? കൂദാശകളിലൂടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. എല്ലാം സ്വർഗീയമായ ഒരു അനുഭവം ഈ ഭൂമിയിൽ സംവേദ്യമാക്കുന്നതാണ് ആരാധന. സ്വർഗീയമായ ഒരു അനുഭവം ഈ ഭൂമിയിൽ സംലഭ്യമാക്കുന്നതാണ് ആരാധന. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയൊക്കെ പണിയുന്നത് വളരെ പ്രതീകാത്മകമായിട്ടാണ്. മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ്. ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം ഭൂമിയെ സൂചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമാണ് നമ്മുടെ ജീവിതം. നമ്മളെല്ലാവരും ഭൂമിയിലായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയാണ്. നമ്മുടെ പരിശുദ്ധ കുർബാന മുഴുവനും എന്താണ്? ഒരു വലിയ ആരാധനയാണ്. വേറെ എന്നാ അതിനകത്തുള്ളത്? എല്ലാ പ്രാർത്ഥനയും ദൈവാരാധനയാണ്. ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ആ ആരാധനയുടെ അനുഭവത്തിലായിരുന്നു കൊണ്ട് സ്വർഗോന്മുഖമായിട്ട് ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. വലിയ തീഷ്ണതയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടധൈര്യരാകരുത്. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിളക്ക് കൊളുത്തി പറയുടെ കീഴിൽ വയ്ക്കാനല്ല, മറിച്ചത് പീഠത്തിന്മേൽ വയ്ക്കാനാണ്. അപ്പോൾ അത് ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ഇടങ്ങളിലെല്ലാം സഭ ലോകത്തിന് പ്രകാശമായിട്ട് മാറി. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നമ്മൾ ഒരു ചെറിയ സമൂഹമാണെങ്കിൽ പോലും ഏതെല്ലാം തരത്തിൽ നമ്മൾ സമൂഹത്തെ പ്രകാശിപ്പിച്ചവരാണ്. വിദ്യാഭ്യാസത്തിലൂടെ, ആതുര ശുശ്രൂഷയിലൂടെ, കാരുണ്യത്തിൻ്റെ അളവില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഈ ലോകത്തെ, ഈ ചുറ്റുമുള്ള സമൂഹത്തെ പ്രകാശിപ്പിച്ചവരാണ്. നമ്മുടെ ഈ കേരള സമൂഹത്തിൽ ഇന്നുള്ള പല നന്മകളും ക്രൈസ്തവമായ സാന്നിധ്യത്തിൻ്റെ സംഭാവനകളാണെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. കുടുംബ ഘടനയിലും കുടുംബ മൂല്യങ്ങളിലും അതുപോലെ മനുഷ്യാവകാശങ്ങളിലും മാനുഷിക സ്വാതന്ത്ര്യത്തിലും ഒക്കെ നമുക്ക് വ്യത്യാസം ഈ സംസ്ഥാനത്തുണ്ടായത് നമുക്കിവിടെ നൽകാൻ സാധിച്ച വിദ്യാഭ്യാസത്തിലൂടെയാണ്, ആതുര ശുശ്രൂഷയിലൂടെയാണ്. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ആ വലിയ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് വലിയ മൂല്യങ്ങൾ ഈ സമൂഹത്തെ മുഴുവനായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുതന്നെ ലോകമെമ്പാടും, യൂറോപ്പിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാലും അമേരിക്കയുടെ ചരിത്രം എടുത്തു നോക്കിയാലും സുവിശേഷം എന്ന പുസ്തകം അത് മാറ്റം വരുത്തിയ സമൂഹങ്ങളാണ് ഇതെല്ലാം. എന്തോ ഒരു വലിയ വ്യത്യാസങ്ങളാണ് അവിടെയെല്ലാം വരുത്തപ്പെട്ടത്. അതെല്ലാം നമുക്ക് സന്തോഷത്തോടു കൂടി ഓർക്കാൻ സാധിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇത് കേവലം
മതപരമായ ഒരു കാര്യം എന്നുള്ളതിനേക്കാളും സമൂഹത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും മ്ലാനവദനരാകരുത്, നമ്മൾ ഒരിക്കലും നഷ്ടധൈര്യരാകരുത്. ജീവിതത്തിൽ പ്രതിസന്ധികളും ഉതപ്പുകളും പ്രശ്നങ്ങളുമൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ കാണുമ്പോൾ പുറമേ നിന്നുള്ള പീഡനങ്ങളെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഉതപ്പുകൾ ഉണ്ടാകുമ്പോൾ അത് വളരെ ഹൃദയത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന വേദനയാണത് തരുന്നത്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ കുരിശുമരണത്തിൽ പങ്കാളികളാവുകയാണ് എന്ന വിശ്വാസത്തോടെ, കുരിശുമരണമുണ്ടെങ്കിൽ ഉത്ഥാനമുണ്ടായിരിക്കും എന്ന വലിയ വിശ്വാസത്തോടു കൂടി കാത്തിരിക്കാൻ നമുക്ക് സാധിക്കണം. മഹത്വത്തിൻ്റെ കാലഘട്ടം കടന്നു വരും. അത് ചിലപ്പോൾ എൻ്റെ ജീവിതകാലത്ത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ സമയത്ത് അത് നടന്നാൽ മതി. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഇടപെട്ടിരിക്കും എന്നുള്ളൊരു വലിയ വിശ്വാസം, അതാണ് നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നഷ്ടധൈര്യരാകാതെ തീഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന ഉതപ്പുകൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനൊക്കെയുള്ള വലിയ കൃപ നമുക്കെല്ലാവർക്കും കർത്താവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.